വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സി എസ് ആൻഡ് മാത്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഈ പറഞ്ഞ സി എസിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. അടുത്ത പാർട്ട് 3 ആണെന്ന് എനിക്ക് തോന്നുന്നു. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലുള്ള പാർട്ടാണ്. ഓക്കെ, ഫസ്റ്റിന് ചോദിച്ചത് ഡിഫറൻഷിയേറ്റ് ആണ്. അറേ ആൻഡ് സ്ട്രക്ചർ നമ്മൾ 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. 3 മാർക്കിനെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും കുറച്ച് കാര്യങ്ങൾ. അറേ നിങ്ങൾ +1 പഠിച്ചത്, അതാണ് സ്ട്രക്ചേഴ്സാണ് നിങ്ങൾ +2 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അറേയും സ്ട്രക്ചറും ഡിഫൈൻ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ആണ്. അറേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫറൻസിയേഷൻ്റെ ഒരു ടേബിൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കളക്ഷൻ ഓഫ് സെയിം എലമെന്റിനെയാണ് അറേ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് എലമെന്റ് ആണ് സ്ട്രക്ചർ. പക്ഷേ ഈ 2 പോയിന്റ് പോരാട്ടോ 3 മാർക്കിന്. ഇത് ആൻസറിൽ ഞാൻ ജസ്റ്റ് അത്ര കൊടുത്തിട്ടുള്ളൂ. നിങ്ങളത് എഴുതുന്ന സമയത്ത് ഒരു 4 പോയിന്റ് കൃത്യമായിട്ട് എഴുതാം. 3 മിനിമം ആണ്, 4 എഴുതിക്കോളും. മുഴുവൻ മാർക്ക് കിട്ടട്ടെ. അടുത്ത സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് എഴുതാനുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ചും കൂടി വൃത്തിക്കുണ്ട്. അത് സ്കാൻ ചെയ്ത് ഇട്ട സമയത്ത് അതിങ്ങനെ പോയതാണ്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് പാർട്ട് കാണാത്തൊരു കാണണം. എങ്ങനെയാണ് നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്, അവിടെ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. ലിങ്ക് താഴെ ഉണ്ട്. കയറാത്തവരുടെ വേഗം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ ചോദിക്കാം. നിങ്ങൾക്ക് സി എസിൻ്റെ മെൻറ്റേഴ്സ് അവിടെ തന്നെയുണ്ട്. നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് സി എസ്സുകാർ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അവിടെ എപ്പോഴും അവൈലബിൾ ആണ്. നേരെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ആർ ഓർഫനൈഡ് മെമ്മറി ബ്ലോക്ക്? ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓർഫനൈഡ് മെമ്മറി ബ്ലോക്ക് എന്താണ്? ലിസ്റ്റ് റീസൺസ് ഫോർ ഓർഫനൈഡ് മെമ്മറി ബ്ലോക്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓർഫനൈഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ബ്ലോക്സ് റെഫേഴ്സ് ടു ദ മെമ്മറി ദാറ്റ് ഈസ് അലോക്കേറ്റഡ് ബട്ട് നോ ലോങ്ങർ ആക്സസബിൾ ബിക്കോസ് ദി പോയിന്റർ ടു ഇറ്റ് ഈസ് ലോസ്റ്റ്. അതായത് അതിലേക്കുള്ള പോയിന്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ലോസ്റ്റ് ആയി പോയിട്ടുണ്ട്. ദിസ് ക്യാൻ ഹാപ്പൺ ഡ്യൂ ടു പോയിന്റർ അസൈൻമെന്റ് ഓർ മെമ്മറി ലീക്സ്. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഓർഫനൈഡ് മെമ്മറി എന്ന് പറഞ്ഞത്. ഓർഫൻഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി ഓർഫൻ ആവും എപ്പോഴാണ്, അതിന്റെ ആക്സസ് നഷ്ടപ്പെടുമ്പോഴാണ്. അത് എങ്ങനെയാണ് ആക്സസ് നഷ്ടപ്പെടുന്നത്? ദ പോയിന്റർ ടു ഇറ്റ്സ് ലോസ്റ്റ്. അതിലേക്കുള്ള പോയിന്റർ എന്ത് ചെയ്യുന്നു, ലോസ്റ്റ് ആയി പോകുന്നു. അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേടാ? റെഡി അല്ലേടാ? അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ലിമിറ്റേഷൻ ഓഫ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, POP. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഊപ്സിലേക്ക്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലേക്ക് പോകുന്നത്. അത് എന്തൊക്കെ ലിമിറ്റേഷൻസ്, ആ ലിമിറ്റേഷൻസ് അറിയാമെങ്കിൽ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഡാറ്റ ഹൈഡിങ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, അതൊന്നും ഇപ്പുറത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ഇതാണ് അതിൻ്റെ ട്രിക്ക്. മനസ്സിലായോ? ഇപ്പുറത്ത് ഉള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഊപ്സിലേക്ക് കടന്നത്, അല്ലെങ്കിൽ ഊപ്സ് എന്ന് പറഞ്ഞ സാധനം ഫോളോ ചെയ്തത്. ആൻസറിലേക്ക് നോക്കിക്കോ, അത് തന്നെയാണ് വരിക. എന്താണ് ലിസ്റ്റ്? നോ ഡാറ്റ ഹൈഡിങ്, അതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലേ? എന്താ ഡിഫിക്കൽട്ട് ടു മാനേജ് ലാർജ് പ്രൊജക്റ്റ്. നമുക്ക് ഇവിടെ എന്തുണ്ട്, മോഡുലാരിറ്റി, അതായത് ഡിഫറെൻറ്റ് ഇതായിട്ട് മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ട് അതിനെ ചെയ്യുന്നുണ്ട്. കോഡ് റീയൂസബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. 2 പോയിന്റ്സും 3 പോയിന്റ്സും ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. റെഡി അല്ലേ? 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കേട്ടോ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. എൻകാപ്സുലേഷൻ ചോദിച്ചിട്ടുണ്ട്, മോഡുലാരിറ്റി ചോദിച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റ് ചോദിച്ചിട്ടുണ്ട്. വൃത്തിക്ക് നമ്മൾ പഠിച്ചതാണ്. വൃത്തിക്ക് നിങ്ങൾ പഠിച്ചതാണ്. കൂടെ പോളിമോർഫിസം കൂടിയും പഠിക്കണം കേട്ടോ. പോളിമോർഫിസം, അതുപോലെ തന്നെ എൻകാപ്സുലേഷൻ, അതുപോലെ തന്നെ വേറെ എന്താണ് അബ്സ്ട്രാക്ഷൻ കേട്ടോ. അബ്സ്ട്രാക്ഷൻ ഷോയിങ് ദ എസെൻഷ്യൽ പ്രോപ്പർട്ടി ബൈ ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ദ നെയിം ഓഫ് 4 ഇൻഹെറിറ്റൻസ്. ഏതൊക്കെയാണ്? സിംഗിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾ ഉണ്ട്, മൾട്ടി ലെവൽ ഉണ്ട്, ഹൈറാർക്കിൽ ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഉണ്ട്. ജസ്റ്റ് വേഗം എഴുതി പോയതാ. ഹൈബ്രിഡ് ഉണ്ട്. എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? പാരന്റ് ക്ലാസിന്റെ അതേ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ചെയ്യാനുള്ള കഴിവാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. റൈറ്റ് ദ അൽഗോരിതം പുഷ് ഫോർ ഇൻസേർട്ടിംഗ് അൽഗോരിതം. നമ്മൾ പറഞ്ഞ പുഷ്, പോപ്പ്, ഡിലീഷൻ, ഇൻസേർഷന്റെ അൽഗോരിതംസ് വൃത്തിക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ 3 മാർക്കിന് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞതിൽ. ഇത് നമുക്കറിയുന്നതാണ്, നിങ്ങൾ പഠിച്ചതാണ്. ഇൻഹെറിറ്റൻസ് എന്താ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ഇൻഹെറിറ്റൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഊപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഫോളോസ് എ ന്യൂ ക്ലാസ് ടു ഡിറൈവ് പ്രോപ്പർട്ടീസ് ഓഫ് ബിഹേവിയർ ഓഫ് എക്സിസ്റ്റിംഗ് ക്ലാസ്. ടൈപ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ ടൈപ്സ് ആണ് കൊടുത്തിട്ടുണ്ട്. അൽഗോരിതം എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കണം. പുഷിൻ്റെ ആ ക്വസ്റ്റ്യനിൽ ഞാൻ അതിന് കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിന് 2 പാർട്ട് ഉണ്ടടാ. ഏതൊക്കെയാണ് ആ പാർട്ട്? ഒരു ഡാറ്റ പാർട്ടും ഒരു ലിങ്ക് പാർട്ടും അല്ലേ. ഇങ്ങനെ വരച്ചിട്ടൊക്കെ അങ്ങ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എത്ര വൃത്തിയാവും, എത്ര ഭംഗിയാവും എന്നറിയാം. ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, 2 പാർട്ട് ഉണ്ട്, ഒരു ഡാറ്റ പാർട്ട് ഒരു ലിങ്ക് പാർട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷനാണ്. നിങ്ങൾ എങ്ങനെ വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഭയങ്കര ഒരു ഫാക്ടർ. ആൻസർ അറിയാവുന്നതിൻ്റെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കുറേ എങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇടാനൊക്കെ ഒരാൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്തൊന്നും നിൽക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരു ബോക്സ് ഒക്കെ വരച്ച് ഇതാണ് ലിങ്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ റെഡി. ഇതതിൻ്റെ അൽഗോരിതം കേട്ടോ. ഞാൻ അൽഗോരിതം എഴുതിയ സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെയൊന്നും പറഞ്ഞ് എഴുതിയിട്ടില്ലെങ്കിലും ഈ രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അൽഗോരിതം ഈ പറഞ്ഞ പോലെ രണ്ടാമത് അല്ലെങ്കിൽ നിങ്ങളുടെ വേറൊരാൾ 3rd പേഴ്സൺ വന്ന് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാവണം ഇന്ന സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്തത്. പക്ഷെ മറ്റേ മാത്തമാറ്റിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് എഴുതണം. അതാണ് ഇതിൻ്റെ വൃത്തി എന്ന് പറയുന്നത്. ലിങ്ക് ലിസ്റ്റിന് എന്ന് പറയുന്നത് ഡിഫൈൻ എ നോഡ് സ്ട്രക്ചർ ആദ്യം ഡിഫൈൻ ചെയ്യുക. അലോക്കേറ്റ് മെമ്മറി ടു ദ ന്യൂ നോഡ്, ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ദി നോഡ്, ലിങ്ക് നോഡ് എക്സിസ്റ്റിംഗ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ വരച്ചുതരാം, ഇനി അതിന് ഡൗട്ട് വേണ്ട. ഫസ്റ്റ് ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു നോഡ് ഉണ്ടാവും. പിന്നെ വരയ്ക്കണതിന് എല്ലാത്തിനും 2 പാർട്ട് ഉണ്ടെന്നുള്ള മനസ്സിലാക്കും. മൊത്തം നമ്മൾ 3 ജസ്റ്റ് വരച്ചുതരാം. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് നോഡ് കൊടുത്ത് ഞാൻ അവിടെ എന്ത് ചെയ്തു 100 എന്ന് പറയുന്ന സാധനം. ഈ 100 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെമ്മറി ലൊക്കേഷനാണ്. ഇവിടെ ഞാൻ എ കൊടുത്തു, ബി കൊടുത്തു, സി എന്ന് കൊടുത്തു. ഓക്കെ, എയിനകത്ത് 101 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് അത് ഈ പറഞ്ഞ ബിയുടെ അഡ്രസ്സാണ്. ബിയിൽ ഒരു 102 സ്റ്റോർ ചെയ്യുന്നുണ്ട്, അത് ഈ പറഞ്ഞിട്ടുള്ള ആരുടെ അഡ്രസ്സാണ്, സിയുടെ അഡ്രസ്സാണ്. അതിനകത്ത് എന്തോ ഒരു തേങ്ങ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊന്നും സ്റ്റോർ ചെയ്യണം. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാൻ ലൈക്ക് കൊടുക്കാം. ആ രീതിയിലൊരു ലിങ്ക് ലിസ്റ്റ് ഒക്കെ വരച്ചിട്ട് പറയാം. ആദ്യം ഒരു സ്റ്റാർട്ട് നോഡ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അഡ്രസ്സ് ആഡ് ചെയ്യണം. തൊട്ടടുത്തതിൻ്റെ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം പറഞ്ഞാൽ ഈ ഫിഗർ വരച്ചു, അതിന് 4 വരി എക്സ്പ്ലനേഷൻ കൊടുക്കുക. സിമ്പിൾ അല്ലേ? അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിഗർ നിങ്ങൾ മനസ്സിലാക്കണം. CS എക്സാമിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ ഫിഗറിനും നമുക്ക് CS ഒരു പെട്ടി വരയ്ക്കാനുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ഫിഗർ നമുക്ക് ഒരു പെട്ടി വരച്ചിട്ട് ആ പെട്ടീൻ്റെ മുകളിൽ ലേബൽ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. നോക്കണേ, കൃത്യമായി നോക്കണേടാ. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞു തോന്നുന്നു. ഇനി എന്താണ് 26ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ നമ്മളെവിടെയാണ് നിർത്തിയത്? ഓക്കെ, ഡിഫറൻഷിയേറ്റ് കണ്ടെയ്നർ ടാഗ് ആൻഡ് എം ടി ടാഗ്. നമ്മളങ്ങനെ നേരത്തെ പഠിച്ചിരുന്നു. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ആൻ ഓപ്പണിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലോസിങ്ങും ഉണ്ടാവും. പക്ഷെ എം ടി ടാഗിന് എന്തുണ്ട് വേണ്ട, ക്ലോസിങ്ങിൻ്റെ ആവശ്യമില്ല. എം ടി ടാഗ് ഇമേജ് HRBR ഒക്കെ എന്താണ് എം ടി ടാഗ്. അപ്പോൾ ടാഗുകൾ നെയിമും കൂടി എക്സാമ്പിളായിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും. എങ്ങനെയാണ് അത് എഴുതിയത് നോക്കുക. ഡിവ് എന്ന് പറഞ്ഞ ടാഗിന് ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ്സ് എ കണ്ടെയ്നർ ടാഗ്. ഇമേജ് ടാഗ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഇല്ല, അതുകൊണ്ട് അതൊരു എം ടി ടാഗ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റെഡി അല്ലേ? പാർട്ട് 1 നോക്കണേ കാണാത്തവര്. സോഫ്റ്റ്വെയർ പോർട്ടുകൾ എന്താണ്? റൈറ്റ് എനി 2 പോർട്ട് നമ്പർ ദാൻ ദെയർ പർപ്പസും പോർട്ട് നമ്പറും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പോർട്ട് നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിലല്ല കഴിഞ്ഞ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറഞ്ഞാൽ ചാനൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസ് ആൻഡ് നെറ്റ്വർക്ക്. പോർട്ട് 18 എന്ന് പറഞ്ഞാൽ HTTPയും HTTPSന് 443 പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? എക്സ്പ്ലെയിൻ വേരിയസ് വേസ് ഇൻ CSS ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ എന്താണ് വെബ് പേജ്. ഇൻലൈൻ CSS, എക്സ്റ്റേണൽ, ഇന്റേണൽ ഉണ്ടെന്ന് 3 ടൈപ്പ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ്ലി വിത്തിൻ HTML, അതുപോലെ തന്നെ ഹെഡ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലിങ്കിങ് .css ഫയലായിട്ട് ലിങ്ക് ചെയ്യുന്നതുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലടാ. അടുത്ത സെറ്റിലേക്ക് 5 മാർക്കിൻ്റെ ഇവിടെ ഓക്കെ 5 മാർക്കിൻ്റെ സെറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്.
എക്സ്പ്ലെയിൻ എനി 5 ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ടാഗ് ബോഡി. എപ്പോഴും ചോദിക്കുന്ന ബോഡിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. 5 മാർക്കിനൊക്കെ HTML ഭാഗത്ത് നിന്ന് അധികം 5 മാർക്കിന് ചോദിക്കുകയാണ്. കുറേ ടാഗുകൾ ആട്രിബ്യൂട്ട്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് നിരത്തി എഴുതാവുന്ന സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിഗറൊക്കെ വരച്ച് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആയിരിക്കും, അതായത് ആ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ എനി 5 ആട്രിബ്യൂട്ട് ടാഗ് ഓഫ് ബോഡിയാണ് പറഞ്ഞത്. ബോഡിയുടെ 5 ആട്രിബ്യൂട്ട് ടാഗ് മാത്രം എഴുതി കൊടുത്താൽ 5 മാർക്ക് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ലിങ്ക് ഉണ്ട്, വി ലിങ്ക് ഉണ്ട്, അതിൽ തന്നെ എ ലിങ്ക് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളറിന് വേണ്ടിയിട്ടാണ് BG കളർ ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് ടെക്സ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കളറിന് വേണ്ടി ടെക്സ്റ്റ് കളർ. കളർ ഓഫ് ഹൈപ്പർ ലിങ്ക് ആണ് ലിങ്ക് എന്ന് പറയുന്നത്. കളർ ഓഫ് വിസിറ്റർ ലിങ്ക് ആണ് വി ലിങ്ക് എന്ന് പറയുന്നത്. സ്പെസിഫൈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ലിസ്റ്റ് എനി 5 ഓപ്പറേഷൻ ഓൺ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിലെ 5 ഓപ്പറേഷൻ ലിസ്റ്റ് ചെയ്യാനാണ്. അതിൽ കൂടാതെ എന്താ ചെയ്യുന്നതെന്നും കൂടി പറയാം. ഇൻസേർഷൻ എന്താ, ഡിലീഷൻ എന്താ, ട്രാവേഴ്സൽ എന്താ, സെർച്ചിങ് എന്താ, സോർട്ടിങ് എന്താ, ജസ്റ്റ് അത് പറയണേ. ജസ്റ്റ് അത് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഓപ്പറേഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട്. ഇൻസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇതിലും കയറിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീഷന് വേണ്ടിയാണ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ വിസിറ്റ് ചെയ്യുന്നതാണ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെന്റിന് വേണ്ടിയുള്ള സെർച്ചിങ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെർച്ചിങ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ എഴുതാം. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ 3 എണ്ണത്തിൽ നിങ്ങൾ 2 എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണ് വിത്ത് എക്സാമ്പിൾ ഒരു സാധനം എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ 2 മോഡ് ഓഫ് സ്ട്രക്ചറിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് സ്റ്റൈലിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ എഴുതാൻ പറ്റും. എക്സാമ്പിൾ എഴുതാമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. അതായത് സ്ട്രക്ചർ സ്റ്റുഡൻറ്റിനകത്ത് നിങ്ങൾക്ക് വീണ്ടും മാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ട്രക്ചർ വേണമെങ്കിൽ എഴുതാം. അതിനകത്ത് മാർക്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. 2 രീതിയിൽ. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചറാണ്. അതായത് എ സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താ നമ്മൾ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് കൃത്യമായിട്ട് പഠിച്ചതാണ്. നോക്കിക്കോ. ഓക്കെ, സ്ട്രക്ചർ ദാറ്റ് കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ ആണ്. ഇവിടെ എന്താ കൊടുത്തത്? സ്ട്രക്ചർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചർ കൊടുത്തു. നമ്മൾ ഈ ഒരു സാധനം ഡിസ്കസ് ചെയ്ത ഡേറ്റ്, ഡേ, മന്ത്, ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനകത്ത് തന്നെ പുതിയൊരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ പേഴ്സന്റെ അടുത്ത് ക്യാരക്ടർ നെയിം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അയക്ക് കൊടുക്കാം. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വന്ന സമയത്ത് അതിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇനി ഒരു സെയിം സ്ട്രക്ചറിനകത്ത് ഒരു പോയിന്റർ മറ്റൊരു സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ നോക്കണം, അങ്ങോട്ട് നോക്കുക. അതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എ സ്ട്രക്ചർ കണ്ടെയ്നിങ് എ പോയിന്റർ ടു ദ സെയിം ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ആ സ്ട്രക്ചറിലേക്ക് തന്നെ മറ്റൊരു സ്ട്രക്ചറിൽ ആ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിന്റ് ചെയ്യാം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇത് ഒരു ഇയറിലെ 2024 ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അവൈലബിൾ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ പറഞ്ഞ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൃത്യമായി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങോട്ട് ഇനി CS കൂടെ CS ആൻഡ് മാത്സ് ഉണ്ട്. അങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ ആയിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എൻട്രൻസ് എക്സാം പോയിട്ട് അതിന് പിന്നാലെ പോയി. അപ്പോൾ ഇനി CS കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഓരോ ചാപ്റ്റർ വൃത്തിക്ക് നിങ്ങൾക്ക് പറയാം. മോർ ഓവർ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക എന്നുള്ളതാണ് മെയിൻ സാധനം. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പലരും ഇത്രയും കാണാതെ പോലെ പോയ ആൾക്കാരുണ്ടാവും. പക്ഷേ കാണാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഈ മൊമെന്റിൽ നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ്. വൃത്തിക്ക് പഠിക്കുക. ടെക്സ്റ്റ് നോക്കി നോട്ട് നോക്കി പഠിക്കുക. ടെക്സ്റ്റ് അതായത് പല സ്കൂളുകളിലും ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നത് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ടെക്സ്റ്റ്, അതേപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സിമ്പിൾ, വിച്ച് മീൻസ് ഒരു ആവറേജ് സ്റ്റുഡൻസിന് അറിയേണ്ട സാധനങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓൺലൈനിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർഡ് ബൈ അതൊക്കെ വലിയ വലിയ സാറന്മാർ പ്രിപ്പയർ ചെയ്ത സാധനം ഉണ്ടാവും. അത് മാത്രം നിങ്ങൾ പഠിക്കരുത്. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് മറച്ചു നോക്കുക. ടെക്സ്റ്റ് വായിച്ച് പഠിക്കണം എന്ന് പറയില്ല. CRTയുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ്. മറച്ചു നോക്കുക. അതിൽ ഇന്ന കാര്യങ്ങളുണ്ട് മനസ്സിലാക്കുക. അത് ഓറിയൻറ്റഡ് ആയിട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഓളം ഇപ്പോഴത്തെ ഒരു ഇതിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇല്ല. അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ ആ സാധനം മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനൊന്ന് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ CRTയുടെ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ നേരെ +2 ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ PDF സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നേരെ എടുക്കുക, ഒരു സ്ക്രീൻഷോട്ട് അതിന് എടുക്കുക. ഈ സാധനം മനസ്സിലായിട്ടില്ല ഒന്ന് പറഞ്ഞു തരും. വിത്ത് എക്സാമ്പിളായിട്ട് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു തരാൻ നമുക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണം. താഴെ ലിങ്ക് കയറിയിട്ട് വാട്സപ്പിൽ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. കാണുന്നവർ കാണട്ടെ, കാണാത്തവർ എപ്പോഴേലൊക്കെ വന്ന് ഈ വീഡിയോ കാണുന്നവരാണ് കാണട്ടെ. വർത്താനം ഞാൻ പറഞ്ഞു, വർത്താനം നമ്മൾ കുറയ്ക്കും. ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് തന്നെ ഇത് കഴിഞ്ഞുകൊണ്ട് മാത്രമാണ്
നിങ്ങളടുത്ത് പഠിക്കണത്. CS പഠിച്ച് നല്ലൊരു ഇതിലേക്ക് എത്താൻ വേണ്ടി, നല്ലൊരു ഇതിലേക്ക് എത്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൽ BCAയുടെ എൻട്രൻസ് നമ്മൾ ചെയ്തു. നിങ്ങളിപ്പോൾ CS കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് എന്ത് പഠിക്കും? നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് പോവാം? നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്ത ഫീൽഡിലേക്ക് പോകും. ഇനി CS ഫീൽഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് സാധനം നമ്മൾ കഴിഞ്ഞ 1 മാസം 2 മാസമായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് എൻട്രൻസ് എഴുതുന്നതിൽ BCA MCA ക്ലിയർ ആയിട്ട് എത്രയോ മെസ്സേജ് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ പറഞ്ഞ അടുത്ത് അതിന് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നിങ്ങൾ ഹയർ ആയിട്ട് നിങ്ങളൊരു അടുത്ത +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാമുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കൂടെ കൂടുന്നുണ്ടെങ്കിൽ കൂടെ കൊടുക്കോ, അധികമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റെഡി, ബൈ.